പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ എവിടുന്നെങ്കിലും നിനക്ക് ചെറിയൊരു തടസ്സം വന്നാൽ നീ പതറരുത്. കാര്യം എന്താണ്? ഞാൻ നിന്നെ ആശീർവദിച്ച് ദൈവനാമത്തെ വിടുകയും പിന്നല്ലെങ്കിൽ നാളെ കർത്താവ് നിനക്ക് ശരിയാക്കി തരും. നീ ഒരിക്കലും നിരാശരായി പിന്തിരിയുകയും ചെയ്യരുത്. ഇത് നിനക്ക് എപ്പോഴും കർത്താവിൻ്റെ തുണയായി വരണം. എൻ്റെ കർത്താവ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്, വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിക്കണം. അവരിത് മാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ക്യാൻസർ 4th സ്റ്റേജ് അനുഭവിക്കുന്നവരുണ്ട്, കരളുവേദനക്കാരുണ്ട്, ഉദരവേദനക്കാരുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട്, മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, PCOD രോഗികളും ഫിസ്റ്റുല രോഗികളും RSS രോഗികളും നടുവിന് വേദനയുള്ളവരും ഈശോയെ ഇടുപ്പലിന് വേദനയുള്ളവരുണ്ട്. അവരെല്ലാം നിന്റെ തിരുമുറുവാന്ന വലതുകരത്താൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ,
സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാ സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോനാമത്തെ ആശീർവദിക്കുന്നു. കഴിഞ്ഞ ദിവസം ലക്ഷ്മി എന്ന് പറഞ്ഞൊരു മോള് വലിയൊരു സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം എന്നല്ലേ, ഈ അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങളിലെ ഉണ്ടാകുന്ന വിഷയം, അവർ വളരെ പേഴ്സണലായിട്ടാണ്, എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്, ഭയങ്കര ഹൃദയം കൊണ്ടാണ് അവർ ഈ ദൈവവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്. അപ്പോൾ ലക്ഷ്മി ഇവിടുന്ന് ചെന്നൈ പരീക്ഷ നേഴ്സാണ്. അപ്പോൾ ഇവിടുന്ന് അവിടം വരെ റെയിൽവേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഒപ്പിട്ട് വിശ്വാസപ്രമാണം ചെയ്യും. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തേക്കാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പേഴ്സണലായിട്ടല്ല, പൊതുവായിട്ട് പബ്ലിക്കായിട്ട് എന്താ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഈ വിശ്വാസ പ്രയോഗം എന്നൊരു സംഭവമുണ്ട്. വിശ്വാസ പ്രഖ്യാപനമുണ്ട്. വിശ്വാസം നമുക്ക് പ്രാർത്ഥനയാക്കാം. വിശ്വാസം കൈമാറുമ്പോൾ അത് പ്രഖ്യാപനമാണ്. വിശ്വാസം പിന്നെ പ്രയോഗമുണ്ട്. നമ്മുടെ ഈ തൈലമൊക്കെ പൂശി പ്രാർത്ഥിക്കുന്നത് അത് വിശ്വാസ പ്രയോഗമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മെരിറ്റ് പോകുമ്പോഴാണ്, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജീവിതം പോകുമ്പോഴാണ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഫോർമുല വർക്കൗട്ട് ചെയ്യണത്. എന്താണ്? നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും വിശ്വാസ പ്രയോഗത്തിലൂടെയുമാണ് ആ കൃപ നമ്മൾ ആർജിക്കണത്. അതാണ് ഉടമ്പടിയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലമൊക്കെ നെഞ്ചത്ത് പല വിശ്വാസപ്രമാണം ചൊല്ലി പല കുറിച്ചിട്ടൊക്കെയാണ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അത്രയും എല്ലാം പൂർണ്ണമായിട്ടും ദൈവമേ നീ ഇല്ലെങ്കിൽ ഞാനില്ല, എൻ്റെ പരീക്ഷയില്ല, എൻ്റെ വിജയവും ഇല്ല, അങ്ങനെ നിലപാടെടുത്തിട്ട് മൊത്തം അടിയറവ് വെച്ചാണ് ദൈവമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ പരീക്ഷ എഴുതിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറെ അവൾ മനസ്സിൽ പറഞ്ഞു, അമ്മേ എനിക്കിനി എന്തുമാത്രം സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ എനിക്കിനി എന്തുമാത്രം സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, ഇനി എനിക്ക് ക്വസ്റ്റ്യൻ എന്തുമാത്രം കാണുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയ കൺഫ്യൂഷനാണേ. പരീക്ഷ എഴുതി കൊടുക്കുന്ന സമയത്ത് എന്തുമാത്രം സമയമുണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ 10-50 ക്വസ്റ്റ്യൻ ബാലൻസ് ആകുമ്പോൾ നമ്മൾ സമയം തീർന്നു പോകും. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പരീക്ഷ കോളിലൂടെ നമ്മുടെ കൃപാസനം മാതാവിനെ പോലെ ഒരു ഡ്രസ്സ് സിൽവർ ഗ്രേയിൽ ഇട്ടിട്ട് ആവാത്ത ഒരു ലേഡി വന്നിട്ട് ഇവിടെ കമ്പ്യൂട്ടറെ പൊട്ടും. ഇവളോട് പറയാതെ അവരോട് സംസാരിക്കും. ഇവിടെ മനസ്സിൽ വിചാരിക്കണം മാത്രമേ ഉള്ളൂ. കൊട്ടിച്ചും പറയും, ഇതാണ് സമയം, നിനക്ക് ഇനി 20 മിനിറ്റ് കൂടിയേ ഉള്ളൂ. പിന്നെ വന്ന് കൊട്ടിയിട്ട് പറയും, ഇനി നിനക്ക് 100 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടെന്ന് പറയും. എന്നാൽ അവർ പോകും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറയത്തില്ലേ. അപ്പോൾ വക്രത ഉള്ളവർ കാണത്തില്ലെന്ന് അർത്ഥമുണ്ട് തന്നെ. ഈശോ പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. എൻ്റെ അർത്ഥം എന്താണ്? വക്രതയുള്ളവർ കാണത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി അടിയറവ് വെക്കണം. ബുദ്ധിയിലാണല്ലോ ഈ വക്രതയും തരികിടയൊക്കെ ഇരിക്കുന്നത്. അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നമ്മുടെ ബുദ്ധിയിൽ തന്നെ ആശ്രയിക്കാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അവസാനം രാത്രിയായപ്പോൾ അവൾക്ക് ദൈവം കാണിച്ചു കൊടുത്തു. എന്താണ്? 42 മാർക്ക് കൊണ്ടാണ്. അവൾക്ക് ഭയങ്കര സങ്കടമായി. സ്വപ്നത്തിലാണ് 42 മാർക്ക്. അപ്പോൾ ഈ 800 മാർക്ക് ടോട്ടൽ. അതിൻ്റെ 42 കിട്ടിയാൽ തോക്കുമെന്ന് ഉറപ്പല്ലേ. എന്നുവെച്ചാൽ അവളൊന്നും എഴുതിയിട്ടില്ലാണ് പ്രശ്നം. ഇതെല്ലാം കണ്ണടച്ച് കുത്തിയ പരിപാടിയാണ്. കറുപ്പിക്കണതൊക്കെ അല്ലേ പരിപാടി. അതേപോലെ തന്നെ ഡോട്ട് ഒട്ടിയിട്ട് പോണതാണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് അടിച്ച് പോണതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ ഇവർക്ക് അറിയത്തില്ല. ഇവൾ വെറുതെ ചെയ്യണത്. ആ സബ്ജക്റ്റ് മനസ്സാകൂടിയില്ല അവൾക്ക്. കൺഫ്യൂഷനാണ്. പക്ഷേ എന്ത് ചെയ്യും? ദൈവത്തിൽ അവൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കണേ. അത് 42 രാത്രി കാണിക്കും സ്വപ്നത്തിൽ. അപ്പോൾ അത് ശരിയായിരുന്നു അവൾക്ക്. പക്ഷേ മാർക്ക് ലിസ്റ്റ് കൈ കിട്ടിയപ്പോൾ എന്താണ്? 542 മാർക്ക്. അപ്പോൾ അവളൊക്കെ അറിയാം 500 മാർക്കിന് അവൾ എഴുതിയിട്ടെന്നറിയാം. അപ്പോൾ 500 മാർക്ക് ആരാ തന്നാണ്? ദൈവം കൃപയായിട്ട് ദാനം ചെയ്തതാണ്. 42 മാർക്കാണ് അവിടെ മെരിറ്റ് എന്ന് പറയണത്. ഈ വിശ്വാസ ലോകത്ത്
ഇങ്ങനെ കുറേ സംഭവങ്ങൾ മറ്റുള്ളവർക്ക് നോൺസെൻസ് ആയിട്ട് തോന്നുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവർക്ക് എന്നും അത് നോൺസെൻസ് ആയിരിക്കും, വിശ്വസിക്കുന്നവന് എന്നും അത് സെൻസ് ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തർക്കത്തിൻ്റെ അടയാളമായിട്ട് ഇങ്ങനെ പോകുന്നത് ശരിക്കും. കാര്യം വിശ്വസിക്കുന്ന സമയത്ത് ഹൃദയശുദ്ധി വേണ്ട, അവൻ ദൈവത്തെ കണ്ടിരിക്കും. ദൈവത്തിലാണ് അവൻ ആശ്രയിക്കുന്നത്, പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഹൃദയശുദ്ധി ഉള്ളവർക്ക് മാത്രമേ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് ദൈവത്തിനെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവർ താൻ പാതി ദൈവം പാതി എന്ന് പറയും, അത് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ദൈവത്തിനെ കൂടെ ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ജീവിതം വിശുദ്ധിയാകാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കണം. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബമായി സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് റാണി ജോസഫ്. ഞാൻ കോട്ടയം ജില്ല വാഴൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞങ്ങൾ ഒരു ആംഗ്ലിക്കൻ ചർച്ചിലെ വിശ്വാസിയാണ്. CMS സഭയിലാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് ഹസ്ബൻഡും 3 പെൺകുഞ്ഞുങ്ങളുമാണുള്ളത്. മൂത്ത മോളെ വിവാഹം കഴിച്ചു. മൂത്ത മോളും ഹസ്ബൻഡുമാണ് നിൽക്കുന്നത്. ഇളയ മോളാണ്. രണ്ടാമത്തെ മോൾ വന്നില്ല, ജോലി സംബന്ധമായിട്ട് വീട്ടിലിരിക്കുകയാണ്. ഞാൻ കൃപാസനത്തിൽ വന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ജീവിതത്തിൽ നേരിട്ട് ഞാൻ മരിക്കുവാൻ പോയൊരു വ്യക്തിയാണ്. അതെൻ്റെ വീട്ടിൽ ആർക്കും അറിയത്തില്ല. ജീവിതത്തിൽ ഒരുപാട് കടഭാരങ്ങൾ, ജീവിത പ്രശ്നങ്ങളൊക്കെ കാരണം ഒരു തരത്തിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ എൻ്റെ അടുത്ത ഒരു ആൻറ്റിയോട് ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചപ്പോൾ, ആൻറ്റി ഞാനിങ്ങനെ മരിക്കാൻ പോയതാണ്, അവിടുന്ന് എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു വന്നു, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ആൻറ്റി എന്നോട് ഒന്നും പറഞ്ഞില്ല. ആദ്യമായിട്ട് എനിക്ക് കൃപാസനത്തിൽ ഒരു പത്രം എടുത്തു തന്നു. എന്നോട് പറഞ്ഞു, നീ ഇന്ന് പോയി ഈ പത്രം വായിച്ചിട്ട്, ഈ പത്രം നിനക്ക് മനസ്സിലാവുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, നീ വായിച്ചിട്ട് നീ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിനക്ക് എന്ത് തോന്നുന്നുവോ അതിൻ പ്രകാരം നീ ജീവിക്കാൻ പറഞ്ഞു. പക്ഷേ ഉടമ്പടി എടുക്കുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാനത് വായിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമാതാവേ, എനിക്ക് ഈ ഉടമ്പടി എന്താണെന്നോ കൃപാസനം എന്താണെന്നോ എനിക്കറിയില്ല. ഒന്നെങ്കിൽ എന്നെ നന്നായിട്ട് ജീവിപ്പിക്കണം, അല്ലെങ്കിൽ എന്നെ ഈ ലോകത്തിൽ നിന്ന് അങ്ങ് വിളിക്കണം. ഇത് രണ്ടും മാത്രമേ ഞാൻ അപേക്ഷിച്ചുള്ളൂ. അതിൻ പ്രകാരം ഞാൻ ഈ പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എനിക്ക് 2024 സെപ്റ്റംബർ മാസം 7-ാം തീയതി 7/9/2024 ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. പക്ഷേ 6 നിയോഗങ്ങളിൽ ആദ്യം ഞാൻ ക്ലാസ് കേട്ടപ്പം ഞാൻ എൻ്റെ ആവശ്യമല്ല പറഞ്ഞത്, ദൈവമേ, എനിക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണം, എൻ്റെ കുടുംബം രക്ഷപ്പെടണം, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തെ അറിയണം എന്ന് മാത്രം ഞാൻ ആദ്യത്തെ നിയോഗം എഴുതിയത്. അതിനുശേഷം എൻ്റെ ആവശ്യങ്ങളെല്ലാം എഴുതി 6 നിയോഗങ്ങളെല്ലാം 6 കോടി നിയോഗങ്ങളാണ് ദൈവം എൻ്റെ അമ്മ മാതാവും എനിക്ക് സാധിപ്പിച്ച് തന്നത്. അതിൽ എൻ്റെ മൂത്ത മോളും ഹസ്ബൻഡുമാണ് നിൽക്കുന്നത്. മോന് ജോലിയുണ്ട്, പക്ഷേ ശമ്പളമില്ലാതെ ഭാരപ്പെട്ടു. ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. പക്ഷേ അതിലുപരിയായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. ഞാനപ്പോൾ ഇങ്ങനെ ദൈവമാതാവിനോട് ഞാൻ എന്നും നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഈ ക്രിസ്തുമസിന് എൻ്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുമ്പം സന്തോഷത്തോടു കൂടി അവരോടൊപ്പം ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന്. 24-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ മോൻ എന്നെ വിളിച്ചു, അമ്മേ, എനിക്ക് ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മാതാവിന് കോടി നന്ദി പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന റൂമിൽ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അവിടെ പോയി ഒന്നും പറഞ്ഞില്ല, എൻ്റെ കണ്ണ് നിറഞ്ഞങ്ങ് ഒഴുകി. ഞാൻ അന്നേരം പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, എനിക്ക് ഈ 2026 എന്നെ സാക്ഷ്യം പറയാൻ ഇനി അനുവദിക്കണം. എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്, എനിക്കത് പറയാൻ എന്നെ നീ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് പ്രകാരം ഇന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ കാല് കുത്തിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവഹിതമെങ്കിൽ അമ്മ മാതാവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഇന്ന് ഭവനമായിട്ട് ഈ അൾത്താരയിൽ കയറ്റണമെന്ന്. അത് എനിക്ക് സാധിച്ചതിനായിട്ട് കോടാനുകോടി നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ ഇളയ മോള് LLBക്ക് അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പ്രകാരം അവളെ കൊണ്ട് തൊടുപുഴ അല്ലസർ കോളേജിൽ ചേർത്തു. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒരു നിർവാഹവും ഇല്ലാത്ത ആൾക്കാരാണ്. ഹസ്ബൻഡിന് കൂലിപ്പണിയാണ്, ഞാനൊരു ജോലിക്കും പോകുന്നില്ലായിരുന്നു. 4 പ്രാവശ്യം ഞങ്ങൾ ലോൺ ആപ്ലിക്കേഷൻ വെച്ചു. ആ 4 പ്രാവശ്യവും ലോൺ റിജക്റ്റ് ആയിപ്പോയി. 2022 കുഞ്ഞിനെ ഞാൻ കോളേജിൽ ചേർക്കുന്നത്. പക്ഷേ 4ാമത്തെ തവണ ഞാനിവിടെ ഉടമ്പടി 7-ാം തീയതി സെപ്റ്റംബർ മാസം 2024 എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് ഞങ്ങൾ ബാങ്കിൽ കൊണ്ട് ലോൺ ആപ്ലിക്കേഷൻ വെച്ചു.
4 പ്രാവശ്യം റിജക്റ്റായി പോയ ആ ലോൺ ആപ്ലിക്കേഷൻ 4 മണിക്കൂറിനുള്ളിൽ പാസ്സായി. എൻ്റെ കുഞ്ഞിൻ്റെ അക്കൗണ്ടിൽ ആ പൈസ കയറി. അവൾക്ക് സന്തോഷത്തോടു കൂടി പരീക്ഷ എഴുതാൻ സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് മുട്ടിന് വേദനയായിരുന്നു. മുട്ടിന് വേദനയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പം ഡോക്ടർക്കൊരു ഡൗട്ട്, കാലിന് എന്നോട് പറഞ്ഞു എക്സ്റേയിലൊന്നും തെളിയുന്നില്ല, അതുകൊണ്ട് പോയി CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കപ്പം തോന്നി എന്തോ ഡൗട്ടുണ്ടെന്ന് തോന്നി. ഞാൻ ഉടനെ ഞാൻ എവിടെ പോയാലും എനിക്ക് കാശ് രൂപം തൈലമൊന്നും ഇല്ലെങ്കിൽ എനിക്കിപ്പം നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് എൻ്റെ ബലവ്. അപ്പം ഞാൻ കാലിൻ്റെ മുട്ടയിൽ തന്നെ ഞാൻ തൈലവും തേച്ച് കാശ് രൂപം കയ്യിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് ഞാൻ ആ ടേബിളിൽ കയറി കിടന്നപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, എന്നെ ഒരു രോഗിയാക്കി നീ തീർക്കല്ലേ, ഞാൻ നിൻ്റെ ദാസിയാണ്. എനിക്ക് ആ ദൈവവചനത്തെ ജീവിച്ച് എനിക്ക് അനേകരോട് എൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ സഹായിക്കണമെന്ന് അവിടെ ടേബിളിൽ കിടന്ന് പ്രാർത്ഥിച്ചു. ഏതായാലും CT സ്കാൻ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഭയങ്കര ഡൗട്ടായിരുന്നു, അതൊരു ക്യാൻസറിൻ്റെ ആരംഭമാണോ എന്നൊരു ഡൗട്ടായിരുന്നു, പക്ഷേ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ചിലപ്പം ക്യാൻസർ ആയിരുന്നായിരിക്കും, അത് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ അമ്മ മാതാവ് അത് മാറ്റി തന്നാന്ന് ഞാൻ ഡോക്ടറോട് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. എൻ്റെ രണ്ടാമത്തെ മോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ഡോക്ടറുടെ മുമ്പിലിരുന്ന് ഞാൻ കരഞ്ഞായിരുന്നു. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അതോടൊപ്പം എനിക്ക് ഒരുപാട് കടഭാരങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കടഭാരത്തിൽ നിന്നൊക്കെ ഞാൻ വിടുതൽ പ്രാപിച്ച് വരികയാണ്. അതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ ചെറുതിലെ തൊട്ട് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് സൺഡേ സ്കൂളിന് പോവുകയും ദൈവവിശ്വാസത്തിൽ വളരുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ യഥാർത്ഥമായിട്ട് ദൈവം എന്താണ്, ദൈവസന്നിധിയിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, വിശ്വാസത്തിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് എനിക്ക് പോകുവാൻ സാധിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതിലെല്ലാം ഉപരിയായിട്ട് എനിക്ക് ജോലിയില്ലായിരുന്നു. പിന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. 2015-20 ഞാനൊരു വാർഡ് മെമ്പറായിട്ട് പ്രവർത്തിച്ച ആളാണ്. പക്ഷേ ഞാനത് മനസ്സോടെ നിന്നതുകൊണ്ട് എനിക്ക് പിന്നീട് ആ ഫീൽഡിൽ പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് പിന്നെ ഞാൻ നിന്നില്ല. ഞാനപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി വളരെയധികം ആഗ്രഹിച്ചു. എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഞങ്ങളെ നോക്കുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഹോസ്റ്റൽ ആരംഭിച്ചു. ഞാൻ അന്നേരത്തേക്ക് അവിടെ അപേക്ഷ വെച്ചപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ കാശ് രൂപം കൈ പിടിച്ചുകൊണ്ട് ആ സാറിരിക്കുന്ന കസേരയുടെ തൊട്ടടുത്ത് ഞാൻ ആരുടെയും കാലെത്താത്ത രീതിയിൽ ഞാൻ ആ സൈഡിൽ ഉപ്പ് വിതറിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് സഹായിക്കാൻ എന്നെ നീ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവിനോട്. അപ്പോൾ എനിക്കറിയില്ല, കുറേ പേര് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. നല്ലൊരു സാലറിയിൽ എനിക്ക് ജോലി അവിടെ ലഭിച്ചു. ഞാനവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ജീവകാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് കൊണ്ടുപോയി ബസ് സ്റ്റാൻഡുകളിലും ആശുപത്രികളിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സാക്ഷ്യം ഞാൻ അനേകരോട് പറഞ്ഞ് കുറേ പേരെ എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് എനിക്ക് കിട്ടുന്നതിലൊരു വീതം ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ വസ്ത്രങ്ങൾ കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അനാഥാലയങ്ങളിൽ ചെന്ന് അവരെ കാണുകയും, അതൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അനാഥാലയങ്ങളിൽ ചെന്ന് ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ 2 സ്നേഹക്കൂടുണ്ട്, പിന്നെ മന്ദിരമുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്കിനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വത്തോ സമ്പത്തോ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ മരിക്കുന്നവരെയും ആ നിത്യതയിലെത്തുവാൻ വേണ്ടിയും എൻ്റെ കുഞ്ഞുങ്ങളും ഞങ്ങൾ ഭവനമായിട്ട് ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ആ ഒരു ജീവിതം ഈ ലോകത്തിൽ എനിക്ക് മതി എന്നാണ് ഞാൻ എൻ്റെ ദൈവമാതാവിനോടും എൻ്റെ യേശുപ്പച്ചനോടും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനി എൻ്റെ മോക്ക് കൊടുക്കാം, ബാക്കി സാക്ഷ്യം മോള് പറയുന്നതായിരിക്കും. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട, എൻ്റെ പേര് ജസ്ന ജോസഫ്. ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ സിസ്റ്ററും ബ്രദറുമാണ്. ഞാൻ 17/8/2024 ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ 2022 ഞാൻ LLBക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 2022 ജോയിൻ ചെയ്ത സമയത്തിന് ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് 2 തവണ റിജക്റ്റ് ആയിപ്പോയി. ആദ്യം എൻ്റെ അമ്മേനെ വെച്ചിട്ട് നോമിനിയാക്കി വെച്ച് എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്ത സമയത്ത് അമ്മച്ചിയുടെ ഒരു ഇഷ്യൂ കാരണം അത് റിജക്റ്റ് ആയിപ്പോയി. രണ്ടാമത് ഞാൻ എൻ്റെ അച്ചാച്ചനെ വെച്ച് ചെയ്തു, അതും റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടിട്ട് ഞാൻ ആ നിയോഗം ഞാൻ ഉടമ്പടിയിൽ വെച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ബാങ്ക് മാനേജർ ഞങ്ങൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, വേറെ ആരെങ്കിലും നോമിനി ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സിസ്റ്ററിനെ ഞാൻ നോമിനി ആക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയ സമയത്ത് അവർ പറഞ്ഞു, ഇത് ഓക്കെ ആകും, വെയിറ്റ് ചെയ്യും, നമുക്ക് ലോൺ അപ്രൂവ് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ അടുത്തൊരു പ്രശ്നം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്
ഒരു ഓൺലൈൻ മണി ആപ്പ് വഴിയിട്ട് ഞാനൊരു കുറച്ച് പൈസ ലോണാക്കി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരത് അടയ്ക്കാഞ്ഞുകൊണ്ട് എൻ്റെ സിബിൽ സ്കോർ അങ്ങ് കുറഞ്ഞു പോയി. എനിക്ക് 700 എബോ എനിക്ക് സിബിൽ സ്കോർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ലോൺ അടയ്ക്കാതെ പോയി എനിക്ക് 600 താഴെയായിപ്പോയി എൻ്റെ സിബിൽ സ്കോറും. അപ്പം ആ ഒരു കാരണം കൊണ്ട് എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ പിന്നെ റിജക്റ്റ് ആയി. അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ മണി ആപ്പ് വഴി എടുത്ത് ലോൺ ആയിട്ടും അത് അടയ്ക്കാത്തതായിട്ടും എനിക്കിനി സിബിൽ സ്കോർ കൂടാനായിട്ട് 1, 2, 3 വർഷമൊക്കെ എടുക്കും, എനിക്ക് എന്തായാലും അത് കൂടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പ്രതീക്ഷ ഒന്നും കൂടെ പോയി. പക്ഷേ എങ്കിലും രണ്ടാമതൊരു പുതുക്കം വന്ന സമയത്ത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ നിയോഗം എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കി തരണേ എന്ന് പറഞ്ഞു ഞാൻ നിയോഗം ഒന്നും കൂടെ വെച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം ഞാൻ അത് കഴിഞ്ഞ ശേഷം എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഞാനിവിടെ ചേച്ചിക്ക് പുതുക്കാനായിട്ട് വന്ന സമയത്ത് ഞാൻ നിത്യാരാധനയിൽ പോയി ഇന്ന് പ്രാർത്ഥിച്ചപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ആരോ ഇങ്ങനെ പറയുന്ന പോലെ തോന്നി, സിബിൽ സ്കോർ ചെക്ക് ചെയ്യൂ, നമുക്ക് ഗൂഗിൾ പേയിൽ ചെക്ക് ചെയ്യാമല്ലോ, സിബിൽ സ്കോർ ചെക്ക് ചെയ്യുമെന്ന് എനിക്കിങ്ങനെ മനസ്സിങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു. ഞാനപ്പോൾ തന്നെ എൻ്റെ ഫോൺ എടുത്ത് സിബിൽ സ്കോർ ചെക്ക് ചെയ്ത സമയത്ത് 640 കിടന്ന് എൻ്റെ സിബിൽ സ്കോർ 760 ഇൻക്രീസ് ചെയ്തു. 2-3 വർഷത്തിനുള്ളിൽ ഇൻക്രീസ് ആവത്തുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ എനിക്കത് അപ്പം തന്നെ എനിക്കതായി കിട്ടി. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അത് മാതാവിൻ്റെ വലിയ ഇടപെടലാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും എഡ്യൂക്കേഷൻ ലോൺ വെച്ചു. 4ാമത് പിന്നെ വെച്ചു. എല്ലാം ഓക്കെ ആയി. ഞങ്ങൾ സൈൻ ഇടാനായിട്ട് ബ്രാഞ്ചിൽ ചെന്ന സമയത്താണ് അവർ പറയുന്നത്, കാരണം 2022 വെച്ച ലോണാണ്. അപ്പോൾ എൻ്റെ പല ബില്ലും, ഞാൻ അടച്ച പേയ്മെൻറ്റ് ചെയ്ത പല ബില്ലും ഇൻവാലിഡ് ആയിപ്പോയി. എനിക്കതിൻ്റെ പൈസ ഒന്നും കിട്ടത്തില്ല പറഞ്ഞു. ഇനി വേണമെങ്കിൽ ഇനിയുള്ളതിന് നോക്കാം, ഇനി 1 വർഷം കൂടെ ഉണ്ട്, ആ വർഷത്തിന് വേണേൽ ഫീസ് 2 സെമസ്റ്റർ കൂടെ ഉണ്ട്, അത് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബില്ലെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയിട്ട് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയത്. അപ്പം അത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ആക്കി തരാൻ പറ്റത്തില്ല, ഓരോ ബില്ല് വെച്ചിട്ട് അടച്ച ആ ഡേറ്റ് വെച്ചിട്ട് കൊണ്ട് തരണം എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പെട്ടെന്ന് കോളേജിന് എടുത്ത് തരാനും പറ്റത്തില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ബില്ല് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോവുകയും ചെയ്തു. ഞാൻ കോളേജിൽ ചെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ട് പിന്നെയും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ കോളേജിൻ്റെ ലെറ്റർ പാഡിൽ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞു, അത് ഉറപ്പൊന്നും ഇല്ല, കാരണം ഇങ്ങനെ തരാൻ പറ്റത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ വെച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോളേജിൽ പോയിട്ട് ലെറ്റർ പാഡിൽ പ്രിൻസിപ്പലിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു, എഴുതിക്കൊണ്ട് ബ്രാഞ്ചിൽ കൊടുത്ത സമയത്ത് എങ്ങനെയെന്നറിയില്ല, എനിക്ക് ഒരു ലോൺ അവർ പറഞ്ഞിരുന്നു, ഇതിപ്പോൾ കൊടുത്തെന്ന് പറഞ്ഞാലും 2-3 ദിവസത്തിനുള്ളിലേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് തന്നെ എനിക്ക് 4 തവണ റിജക്റ്റ് ആയ ലോണാണ്. എനിക്ക് 4 മണിക്കൂർ കൊണ്ട് മാതാവ് എനിക്കത് സാധ്യമാക്കി തന്നു. അത് എൻ്റെ കഴിവും കൊണ്ടല്ല, കാരണം എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്കതൊരിക്കലും പാസ്സായി കിട്ടത്തില്ല. എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 4 തവണ റിജക്റ്റ് ആവത്തില്ലായിരുന്നു. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചത്. പിന്നെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. കാരണം എക്സാമിൻ്റെ സമയത്തായിരിക്കും സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട ടൈം വരുന്നത്. അപ്പോഴേക്കും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, കാരണം എക്സാം എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം ഒത്തിരി മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹിച്ചത്. ഞാൻ 2 സെമസ്റ്റർ എനിക്ക് സമാധാനത്തോടെ എക്സാം എഴുതാനായിട്ട് പറ്റി. പിന്നെ ഞാൻ എൻ്റെ LLB എക്സാം എല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ക്ലിയർ ആയത്. ഓരോ സെമസ്റ്റർ എക്സാമിന് പോകുമ്പോഴും ഞാൻ കാശ് രൂപം കൊണ്ടാണ് കയറുന്നത്. കാശ് രൂപം എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. നെറ്റിൽ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഉപ്പ് എൻ്റെ പോക്കറ്റിൽ എടുത്തിടും. എന്നിട്ട് ഞാൻ എക്സാം എഴുതി തുടങ്ങുന്നതിന് മുന്നേ ഉപ്പ് ഞാൻ ഇരിക്കുന്നിടത്ത് വിതറും. അതുപോലെ തന്നെ എൻ്റെ ആൻസർ ഷീറ്റിൽ ഉപ്പ് വിതറിയിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ. എണ്ണ വെച്ച് തൈലം വെച്ച് കുരിശും വരയ്ക്കും. അങ്ങനെ ഞാൻ കൊടുക്കാറുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ LLB എക്സാം 2nd ക്ലാസ്സോടെ പാസ്സായി. ജനുവരിയിൽ ഞാൻ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് 2025 ജനുവരിയിൽ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നിരുന്നു. യൂറിനറി ഇൻഫെക്ഷൻ വന്നത് കൂടിയിട്ട് എനിക്ക് ബാക്ടീരിയയുടെ പ്രസൻസും കിഡ്നി സ്റ്റോണും ഡിറ്റക്റ്റ് ചെയ്തു. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് കൊടുക്കുകയും റിപ്പോർട്ടിലെല്ലാം തൈലെല്ലാം തേച്ച് കൊടുത്തു. അതിൻ്റെ ഒരു ഫലമായിട്ട് നോ ബാക്ടീരിയ എന്ന് പറഞ്ഞ റിസൾട്ട് എനിക്ക് കിട്ടി. അത് മാതാവ് തന്ന വലിയ അനുഗ്രഹമാണ്. ഇത്ര അനുഗ്രഹം എനിക്ക് തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രം, കൃപാസനം പത്രം ഞാൻ ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ പള്ളികളിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി പള്ളികളിലൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ അറിയാത്തവർക്ക് കൊണ്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ട് കൊടുത്തു. പിന്നെ ഉടമ്പടി ധ്യാനങ്ങളും ഡെയിലി ബ്രെഡും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതിലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഭക്ഷണം ഇല്ലാത്തവർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും. പിന്നെ നമ്മൾ അനാഥാലയങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്യും, അവരോട് സംസാരിക്കും, അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനമാണിത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ച് അവൻ കാണിച്ച വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, നല്ലതായാലും കഷ്ടത നിറഞ്ഞതായാലും നഷ്ടമായാലും വേദനകളായാലും ദുരന്തങ്ങളായാലും എല്ലാം നമ്മുടെ നന്മയ്ക്കായി ഭവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മൾക്കിപ്പോൾ വേദനയാകുന്ന തോന്നുന്ന പല കാര്യങ്ങളും പോലും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വലിയ നന്മയുടെ ഭാഗമായിരിക്കാം.
ഈ മകളും കുടുംബവും റാണി ജോസഫും മകൾ ജസ്ന ജോസഫും നമ്മളോട് ഷെയർ ചെയ്തു അതുതന്നെയാണ്. വേദനയുടെ നിമിഷങ്ങളിൽ എവിടെ പോകുമെന്ന് വിചാരിച്ച് സാമ്പത്തിക കഷ്ടപ്പാടിൻ്റെ സമയത്ത് ഒരു കച്ചിത്തുരുമ്പ് പോലെയാണ് കൃപാസനത്തിലെ പത്രം ഈ മകളുടെ കൈവശം വരുന്നത്. കൃപാസന പത്രം എത്രയോ പേരുടെ ജീവിതത്തിലാണ് ഒരു പുതിയ പ്രകാശമായി, ഒരു പുതിയ വഴിയായി, അവരുടെ ജീവിതത്തിൽ നന്മ വിതച്ച് ഒരു പുതിയ ഭാവി, ഒരു പുതിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു ഭാഗമായി മാറുന്നത്. ഈ മകളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സമയത്താണ് അടുത്തുള്ള ഒരു ചേച്ചി വായിച്ചു നോക്കൂ എന്ന് മാത്രമേ പറഞ്ഞോളൂ. ആ നഷ്ടപ്പെട്ട സമയത്ത് ഉടമ്പടി എടുക്കാൻ പറഞ്ഞാൽ അത് എങ്ങനെയാകുമെന്ന് ഓർത്തായിരിക്കാം പത്രം വായിക്കാൻ പറഞ്ഞു. പിന്നെയാണ് ഈ മകളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു പുത്തൻ വഴി ഈശോയും അമ്മയും തുറന്നു കൊടുത്തത്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഈശോയും അമ്മയും ഏറ്റെടുത്ത് നടത്തുകയാണ് ഈ മക്കളുടെ ജീവിതത്തിൽ. ഇളയ മകൾക്ക് LLB പഠിക്കാനും സ്വന്തമായിട്ട് ജോലി ലഭിക്കാനും രോഗസൗഖ്യം ലഭിക്കുകയും ലോണിന് സിവിൽ സ്കോർ ഇൻക്രീസ് ആക്കി കൊടുക്കുകയും ചെയ്ത എല്ലാം ഓരോ കാര്യങ്ങൾ ഇത്രയും വർഷം നടക്കാത്ത കാര്യങ്ങളാണ് ഈശോയും അമ്മയും ചേർന്ന് നിന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്ത ഉടനടി ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് ചെയ്തു കൊടുത്തത്. ഇതാണ് നമ്മൾ പറയുന്ന വിശ്വാസം, എല്ലാം നന്മയ്ക്കായി എന്നുള്ളൊരു വിശ്വാസം. ഈ മകൾ വിശ്വാസം കൈമാറ്റം ചെയ്യാനും മറന്നില്ല. സ്വന്തം മക്കളെയും മരുമകനെയും എല്ലാവരെയും ഉടമ്പടി ജീവിതത്തിലേക്കാണ് നയിച്ചത്. നമ്മുടെ ജീവിതത്തിലും വേദനയ്ക്കുള്ളിൽ ദൈവം പ്രവർത്തിക്കുമെന്ന വിശ്വാസം നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാം നന്മയ്ക്കായി ജീവിച്ച പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതി, മഹാപദ്ധതിയിലേക്ക് ചേർന്ന് പ്രവർത്തിച്ചതാണ് അമ്മ. അമ്മയ്ക്ക് എല്ലാം മുൻപേ മനസ്സിലായിരുന്നില്ല, എന്നിട്ടും അമ്മ അത് വിശ്വസിച്ചു. അമ്മ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അമ്മയുടെ ജീവിതത്തേക്കാൾ മുൻഗണന നൽകി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിലും നമുക്കും വിശ്വസിച്ച് ഇപ്പോൾ വേദനിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ കയ്യിൽ നാളെയുടെ നന്മയായി പരിണമിക്കാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നയിക്കാം. റാണി ജോസഫിൻ്റെ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് ആശ. ഞാൻ കൊല്ലം ജില്ലയിലെ വെളിയം സെൻറ് ആൻ്റണീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിൽ 7-നാണ്. കൃപാസനത്തെപ്പറ്റി അറിയാൻ പറ്റിയത്, ഞാനൊരു സഫയുടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. അവിടെയുള്ള സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൃപാസനത്തിൽ പോകുന്നതാണ് നല്ലത്, നീ അവിടെ കാല് കുത്തുമ്പോൾ തന്നെ നിനക്ക് അതിനുള്ള മറുപടി കിട്ടുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു. ഞാൻ അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് വരാനായിട്ട് യാതൊരു സാധ്യതകളും ഇല്ല. കാരണം ഹസ്ബൻഡ് നാട്ടിലില്ല, ഒറ്റയ്ക്ക് വരാനായിട്ട് അറിയത്തുമില്ലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിനോട് ഇങ്ങനെ സംസാരിച്ചു, അമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചു. കാരണം ഇത്രയും ദൂരം ഒരു പള്ളിയിൽ പോകാനോ അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള അത് ഹസ്ബൻഡ് സമ്മതിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അമ്മ വഴി എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു. അങ്ങനെ ഹസ്ബൻഡ് നെക്സ്റ്റ് ലീവിന് നാട്ടിൽ വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല. ഒരുപാട് ജനങ്ങളെ കണ്ടു. ഇത്രയും വിശ്വാസികൾ ഇവിടെ വരുന്നെന്നുള്ള കാര്യം പോലും അന്നേരമാണ് അറിയുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. ഒരു ബോധവും ഇല്ലാതാണ് ഉടമ്പടി എടുത്തിരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഉടമ്പടികൾ വെച്ച കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല. കാരണം എൻ്റെ കയ്യിൽ കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. പ്രാർത്ഥിക്കുക എന്നതുള്ളത് ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലൊന്നും അല്ല പ്രാർത്ഥിച്ചത്. വെറുതെ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാന്നുള്ള രീതിയിലാണ് പ്രാർത്ഥനയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നെ അങ്ങനെ ഇരിക്കെ പോസ്റ്റ് PSCയുടെ എക്സാം വന്നു. ഞാൻ അന്നേരം വിചാരിച്ചു, കുറച്ച് നന്നായിട്ട് പഠിക്കുമല്ലോ, ഒരുപാട് കൂടുതലിരുന്ന് പഠിക്കൊന്നും വേണ്ട, നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നതെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ബാംഗ്ലൂർ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഉടമ്പടി പ്രാർത്ഥന ഒന്നും ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കൂടെയുള്ള അവരാർക്കും ഉടമ്പടി എന്താണെന്നൊന്നും അറിയത്തില്ല. കാരണം 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവണമെന്നുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നിരുന്നാൽ തന്നെയും ഞാൻ അവരോട് ഉടമ്പടിയെപ്പറ്റി പറഞ്ഞു. അവർക്ക് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എൻ്റെ കൂടെ 5:30 വെളുപ്പിന് 5:30 സന്ധ്യാപ്രാർത്ഥനയിലാണെങ്കിലും അവർ കൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ എക്സാം ആയതുകൊണ്ട് 2016 ഞാൻ GNM പാസ് ഔട്ടായത്. ഇത്രയും ഗ്യാപ്പുള്ളത് കാരണം പഠിക്കുന്ന ഓർമ്മ ഇരിക്കുന്നതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു.
എന്നിരുന്നാൽ തന്നെയും മാതാവിനോടും ഈശോയോടും കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ലൈറ്റിൽ ക്യാൻഡൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു. എല്ലാവരെ കൊണ്ട്, എൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികളെ കൊണ്ടും പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്യിച്ചു. അതുവഴി മാതാവ് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ നല്ലൊരു വിജയം തന്ന് അനുഗ്രഹിച്ചു. അതിനു മുമ്പായിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എക്സാമായി. സെക്കൻഡ് ഇയർ എക്സാമിന് ഭയങ്കര പേടിയോടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ജോസഫച്ചൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോയത്. ജോസഫച്ചൻ ഞങ്ങൾക്കൊരു കാശ് രൂപം തന്നിരുന്നു. അത് ഞങ്ങൾ കൊന്തയിൽ ഇട്ടിട്ടാണ് പോയത്. ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും തന്നെ പാടായിരുന്നു. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ ഉപ്പ് എക്സാം ഹാളിൽ ഇടുകയും വിശുദ്ധ തൈലം പുരട്ടി പോവുകയാണ് ചെയ്തത്. ഒട്ടും തന്നെ പ്രതീക്ഷയില്ലായിരുന്നു. ആ ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും തന്നെ പോകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പക്ഷേ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ഈശോ വഴി അത്ഭുതം പ്രവർത്തിച്ചത് കാരണം ഞങ്ങളെല്ലാവരും തന്നെ ഫസ്റ്റ് ക്ലാസ്സോടെ ആ എക്സാം പാസ്സാവുകയും ചെയ്തു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് 5 വർഷമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ പ്രോസസ്സിങ്ങിനായിട്ട് ഒരു ഏജൻസിയിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയും 1 ലക്ഷം രൂപ അവിടെ പേയ്മെൻറ്റ് അടയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്താണ് കുവൈറ്റ് പ്രോമെട്രിക്ക് സ്റ്റാർട്ടായത്. അപ്പം പ്രോമെട്രിക്ക് പഠിക്കാനും വേണ്ടിയിട്ട് ഒരു അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്തു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി. അവിടെ ചെന്നപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ, ഞാൻ പഠിച്ചിട്ടുള്ളതാണല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം ഓവർ കോൺഫിഡൻസ് ആയിരുന്നു, മെറിറ്റിൽ മാത്രമുള്ള വിശ്വാസം ഉള്ളായിരുന്നു. എന്നാൽ ഇതൊക്കെ ദൈവം തന്നതാണെന്നുള്ളൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു. മറ്റുള്ളവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കും, ഇതിങ്ങനെയാണ് അങ്ങനെയാണ്, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര പേടി, ആശയ്ക്കെല്ലാം അറിയാമല്ലോ, ആശ ജയിക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ അത് എനിക്കും ഒരിതായിരുന്നു. എനിക്ക് പഠിക്കാൻ ഒരു കഴിവുണ്ടല്ലോ, ക്വസ്റ്റ്യൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ പേടിയെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടിന് അവൾക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയാൽ അവൾക്ക് ഭയങ്കര സങ്കടമാവുമല്ലോ എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു. അതെൻ്റെ മെറിറ്റിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയത്. ഞങ്ങൾ എക്സാമിന് ഡേറ്റ് എടുത്തു. അവിടെ പോയി എക്സാം ഹാളിൽ കയറി സിസ്റ്റത്തിൻ്റെ അവിടെ വിശുദ്ധ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം പൂശിയാണ് പോയത്. പാസ്പോർട്ടിൽ ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ടാണ് പോയത്. ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ ഏകദേശം പഠിച്ച ക്വസ്റ്റ്യൻസൊക്കെ തന്നെ എല്ലാം അറിയാമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു. പക്ഷെ തിരിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് ആദ്യം എന്നെക്കാൾ താമസിച്ച് പോയ എൻ്റെ കൂട്ടുകാരി അവിടെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ റിസൾട്ട് അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അറിഞ്ഞു, ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് എന്തോ ഒരു ഭയം പോലെ തോന്നി. അതുവരെ ഇല്ലാത്തൊരു ഭയം എനിക്ക് തോന്നി. അവൾ പാസ്സായി, ഇനി എൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി മെയിലെടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഫെയിലായി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തകർച്ചയായിരുന്നു അത്. കാരണം ഓവർ കോൺഫിഡൻസോടെ മാതാവിനെയും ഈശോയെയും മറന്നുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയെന്നാണ് ഞാൻ പിന്നീട് ചിന്തിച്ചത്. കാരണം ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ പഠിക്കുന്ന കാര്യങ്ങളും ഇത്രയും ടാലൻ്റൊക്കെ കിട്ടുന്നതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ടായിരിക്കാം ദൈവം എനിക്കൊരു കൊട്ട് തന്നതാണ്. ഞാൻ ഫെയിലായി. പിന്നെ എനിക്ക് അടുത്തൊരു എക്സാം എഴുതാൻ യാതൊരു ഇതുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നത്, നീ അടുത്ത എക്സാം അറ്റൻഡ് ചെയ്യ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് പിന്നെ എടുത്തു. ഞാൻ ഒട്ടും പഠിച്ചില്ല. കാരണം ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിക്കാണ്ട് പോയി എഴുതുക എന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും പോയി. അതിനും ഞാൻ പൊട്ടി. മൂന്നാമത് ഞാൻ ഡേറ്റ് എടുത്തു, അതും മൊത്തത്തിൽ പൊട്ടി. ഞാൻ പാളീസായി തിരിച്ചു വന്നു. പക്ഷേ അന്നൊക്കെ ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ഉടമ്പടി എടുത്തത് എന്തിനാ, ഞാൻ മാതാവിനോടും യേശോയോടും അത് ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. എന്നാൽ ഞാൻ ചിന്തിക്കുന്നില്ല, എൻ്റെ കയ്യിലെ കുറ്റങ്ങൾ കൊണ്ടാണ് എനിക്കിങ്ങനൊരു പരാജയം ഉണ്ടായെന്ന് ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി ചെയ്യുന്നുണ്ട്, പത്രമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു പൂർണ്ണമായിട്ടൊരു ആത്മീയതയിലല്ല ഞാൻ കൊടുത്തിരുന്നതെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ മൊത്തത്തിൽ അത് കളഞ്ഞു. പിന്നെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ഇനി എങ്ങനെ അവരോട് പറയുന്നത്, ഇനി വേറൊരു ഏജൻസിക്ക് കൊടുക്കണം എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നതെന്ന് വിചാരിച്ചു. ആകെ 3 അറ്റംപ്റ്റേ പറ്റുള്ളായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു കൊടുത്ത പൈസ തിരിച്ചു വാങ്ങാമെന്ന് വിചാരിച്ചു. എത്ര കൊണ്ട് ചോദിച്ചിട്ട് അവർ ആ പൈസ തിരിച്ചു തന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം 1 ലക്ഷം രൂപയെന്ന് പറയുന്നത് ചെറിയ തുകയൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ അവിടുത്തെ മാനേജറെ വിളിച്ച് കാര്യം സംസാരിച്ചു. അയാളെ വിളിക്കുന്ന സമയത്തൊന്നും അയാൾ അവിടെ ഇല്ലെന്നാണ് അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത്. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പൂർണ്ണമായിട്ട് ആ ഒരു വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. കാരണം ഫിനാൻഷ്യലി കുറച്ച് ബാക്കിലോട്ടുള്ള ഒരു കുടുംബമാണ് എൻ്റേത്. ഈ 1 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആകെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ മാതാവിനോട് സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ വഴി എനിക്ക് ആ 1 ലക്ഷം രൂപ 2 മാസത്തിനുള്ളിൽ തിരികെ കിട്ടി. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞിട്ട്
ഞാൻ വിചാരിച്ചത് ഇനി പുറത്തോട്ടൊന്നും നോക്കണ്ട, നാട്ടിലെവിടെയെങ്കിലും ജോലി നോക്കാം, അതായിരിക്കും ദൈവം വിധിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ വേറൊന്നും നോക്കിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പ്രോമെട്രിക്ക് പഠിക്കാൻ പോയ അക്കാഡമിയിൽ ഒരു കുട്ടി എന്നെ കോൺടാക്ട് ചെയ്തു. ചേച്ചി ഇന്നതുപോലെ കുവൈറ്റ് MOH സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചേച്ചി അത് അപ്ലൈ ചെയ്യുന്നു, ഞാൻ ലിങ്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ അത് കൊടുക്കണോ, എക്സാം വേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എക്സാം വേണ്ട, ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ നീ ഇട്, ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ എക്സാം എഴുതി പാസ്സായ കുട്ടിയുടെയും പ്രോസസ്സിങ് എല്ലാം ഡിലേ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവളോടും പറഞ്ഞു നീയും ഇത് അപ്ലൈ ചെയ്യും, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ഇത് അപ്ലൈ ചെയ്തു. 2024 ലാസ്റ്റ് ഇയറൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ അവർ ഇൻ്റർവ്യൂ പാസ്സായെന്നോ നിങ്ങൾ സെലക്ട് ആയെന്നോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അതിനെപ്പറ്റി പിന്നെ യാതൊരുവിധ ഇതും ഇല്ലായിരുന്നു. പിന്നെ 2025 ജനുവരി 15 വീണ്ടും ഒരു ഇൻ്റർവ്യൂ വിളിച്ചു. ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. വിശുദ്ധ തൈലം പുരട്ടുകയും ഉപ്പ് പാസ്പോർട്ടിൽ വിതറി കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയിരുന്നത്. കാശ് രൂപം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും തന്നെ ഞാൻ ആൻസർ ചെയ്തു. ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു എനിക്കറിയാവുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഡോണ്ട് വറി ആശ എന്ന് പറഞ്ഞു, യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇനി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുമല്ലോ, പുറത്തോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ 1 മന്ത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 3 ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി അടുത്ത വിസയാണല്ലോ വരുന്നത്, പെട്ടെന്നെല്ലാം നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ യാതൊരു അനക്കവും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ കുവൈറ്റിലൊരു റൂൾ വന്നു. കുവൈറ്റിൽ റിലേറ്റീവ്സ് ഉള്ളവർ MOHൻ്റെ ഓഫീസിൽ നേരിട്ട് വന്ന് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് അക്കോമഡേഷനിൽ നിങ്ങൾക്ക് വിസ അപ്ലൈ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് അറിയുന്നത് ഞാൻ ഉടമ്പടിയിൽ നിന്ന് കുറേ ഉഴപ്പി, ഉടമ്പടി പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, പിന്നെ പള്ളിയിൽ പോവില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാനിത് അറിയുന്നത്. പക്ഷേ ഇത് 3-4 ദിവസത്തിന് മുമ്പേ ആ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ആയിരുന്നു. ഞാനത് കണ്ടില്ല. എൻ്റെ കൂടെ ഉള്ളവർ കാണുകയും അവർ ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവർ കരുതിയിരുന്നത് ഞാനിത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പിലുള്ളതാണ്. അപ്പം അവർ വിചാരിച്ചു ഞാനും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ചെയ്തില്ല. അങ്ങനെ അത് തന്നെയല്ല, ഹസ്ബൻഡ് അവിടെ നാട്ടിലായിരുന്നു, നേരിട്ട് പോയി ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് ഒരു കൂട്ടുകാരനെ അയാളോട് പറഞ്ഞിട്ട് അയാൾ വഴി MOHൻ്റെ ഓഫീസിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. എൻ്റെ കൂടെ ഉള്ളവരുടെ കാര്യങ്ങളെല്ലാം നേരെ നടന്നു. കാരണം ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് ഉഴപ്പി നിന്നതുകൊണ്ടായിരിക്കും മാതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം ലേറ്റാക്കി. മാതാവിനെ അറിയാനും വേണ്ടിയിട്ടായിരിക്കും. അതൊന്നും അന്നേരം ഞാൻ ചിന്തിച്ചില്ല. അന്നേരവും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊക്കെ വെറുതെയാണ്, പ്രാർത്ഥിക്കുന്നതൊക്കെ എന്തിനാണ്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ പറഞ്ഞു നീ പ്രാർത്ഥന കൈവിടരുത്, എന്ത് വന്നാലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഒരു കാര്യം പോലും നടന്നിട്ടില്ല, ഞാൻ ഉടമ്പടി എടുത്തൊരു വ്യക്തിയായിട്ട് പോലും എനിക്ക് മാതാവ് ഒന്നും തന്നെ നടത്തി തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് പിന്നെ തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കരുതിയിരുന്നത് ഹസ്ബൻഡ് കൂടെ ഇനി തിരിച്ചു കയറി പോകാൻ പറ്റുമല്ലോ, കൂടെ പോകാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. ഈ നവംബർ ലാസ്റ്റ് എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ കുവൈറ്റിലോട്ട് കയറിപ്പോയി. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ തോന്നുകയാണ് മാതാവിനെ വിളിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ കൃപാസനത്തിൽ പോ, ഉടമ്പടി പുതുക്ക്, നീ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുക, എങ്കിലേ നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ മാതാവിൽ നിന്ന് അകന്നു പോയ വ്യക്തിയായിട്ട് പോലും ഞാനിവിടെ വന്നപ്പോൾ മാതാവ് എന്നെ സ്വീകരിച്ചു. അതിനുള്ളൊരു മറുപടിയായിട്ട് ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം, ആ ദിവസം ഞാൻ ഒട്ടും യോഗ്യല്ല. ആ ദിവസം എനിക്കൊരു ഗിഫ്റ്റ് മാതാവ് എനിക്ക് തന്നു. അന്ന് എനിക്ക് വിസ പ്രോസസ്സിമേൽ എനിക്ക് മാതാവ് തന്നു. കാരണം ഉച്ചയ്ക്ക് 1:30 ആയപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിനാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ മാതാവ് അതിനല്ല തന്നത്, എൻ്റെ കാര്യമാണ് മാതാവ് ഏറ്റെടുത്തത്. അന്ന് തന്നെ എനിക്ക് വിസ പ്രോസസ്സിംഗ് മെയിൽ തന്നു. ഞാൻ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷം എനിക്ക് വിസയും വന്നു. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇന്ന് 7 മണിക്ക് മുമ്പ് നിങ്ങളുടെ ഒരു കാര്യം സാധിച്ചു കിട്ടും, നിങ്ങളത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വിസ വന്നു, ഇനി അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റാണ്, താമസിക്കാനൊരു അപ്പാർട്ട്മെൻറ്റാണ് കിട്ടേണ്ടത്. കാരണം വിസിറ്റിംഗ് ഓപ്പൺ ചെയ്തതുകൊണ്ട് ഒരു റൂം പോലും അവൈലബിൾ അല്ല. അത് തന്നെയല്ല, കിട്ടുന്ന റൂമുകളെല്ലാം ഭയങ്കര റെൻറ്റ് കൂടുതലായിരുന്നു, നമ്മളെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം ഞാൻ വിഷയം വെച്ചിരുന്നത് ഞങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണം, ഞാൻ വരുമ്പോഴത്തേക്ക് എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് ശരിയാവണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ 6 മണി ആയപ്പോഴേ ഹസ്ബൻഡ് വിളിച്ച് പറയുന്നു ഇന്നതുപോലെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് റെഡി ആയിട്ടുണ്ട്,
എല്ലാവർക്കും കിട്ടിയതിനേക്കാൾ റേറ്റ് കുറച്ചൊരു അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾക്ക് കിട്ടത്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും മാതാവ് ഞങ്ങൾക്ക് കിടക്കാൻ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരുക്കി തന്നു. അതുകൊണ്ട് ഞാൻ മാതാവിനും ദൈവത്തിനും ഒരുപാട് നന്ദി പറഞ്ഞു. അതിനുശേഷം എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി, അടുത്ത എൻ്റെ ക്രിസ്മസിന് എൻ്റെ ബർത്ത്ഡേക്ക് എന്തായിരിക്കും എനിക്ക് മാതാവ് ഒരു ഗിഫ്റ്റ് തരിക എന്നുള്ള ചിന്തയിലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഡിസംബർ 30 എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ ആ ദിവസത്തേക്കിനല്ല ചോദിച്ചത്, എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ മാതാവ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് എനിക്ക് ടിക്കറ്റ് തന്നു. ഇന്ന് ഞാൻ വിസയും ടിക്കറ്റുമായിട്ടാണ് ഈ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. ഈ മാസം 18-ാം തീയതി ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ്. അമ്മ മാതാവും തിരുക്കുമാരനും ചെയ്ത എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിൽ കൊടുത്തിട്ടുണ്ട്, വഴിയോരങ്ങളിലും പിന്നെ ഓട്ടോ സ്റ്റാൻഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഇപ്പം ഞാനൊരു രോഗിയെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്. പൊതിച്ചോറ് വിതരണം ചെയ്തിട്ടുണ്ട്, അനാഥാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എൻ്റെ വളർച്ചയെന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇതൊക്കെ, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. കാരണം എൻ്റെ അയോഗ്യതകളും എല്ലാം എൻ്റെ ബലഹീനതകളെല്ലാം ദൈവം ഏറ്റെടുത്തെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഇല്ലെങ്കിൽ മാതാവ് ഈശോയെ എന്നെ കൈക്കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് ദൈവത്തോട് കൂടുതൽ സ്നേഹിക്കാനും ദൈവത്തെ അറിയാനും ഉള്ള കൃപ തന്നു. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൃപ തന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും എന്നുള്ളൊരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നു. ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും. 3 നേരം ഞാൻ കൊന്ത ചൊല്ലാറുണ്ട്. ഇപ്പം വചനം എഴുതാറുണ്ട്. വചനത്തിൻ്റെ ഓരോ വചനവും ഇപ്പോൾ ഓരോരുത്തർ എൻ്റെ അടുത്ത് ഓരോ സങ്കടങ്ങൾ പറയുമ്പോഴത്തേക്കിന് ഞാൻ ബൈബിൾ സെർച്ച് ചെയ്ത് അതിനകത്തുനിന്ന് ഓരോ വചനങ്ങൾ, അവർക്ക് വേണ്ടതായിട്ടുള്ള വചനങ്ങൾ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഇത്രയും ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 12-ാം തിരുവചനം: ഇക്കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാനതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹയ്ക്കുള്ള ഒരു ബോധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ എനിക്ക് ഉത്തരവാദിത്തോടെ ചെയ്തു തീർക്കുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചതുകൊണ്ട് അതെല്ലാം ഈശോ തന്നെ പൂർത്തിയാക്കും എന്നുള്ള ഒരു വലിയ വിശ്വാസവും വിശ്വസ്തതയും ദൈവസ്നേഹവുമാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആശ ജോഷ് എന്ന ഈ സഹോദരി ഇവിടെ വന്ന് സാക്ഷ്യം രേഖപ്പെടുത്തുന്നത് 5 വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ സങ്കടത്തെക്കുറിച്ചായിരുന്നു. വളരെയധികം പരിശ്രമിച്ചു, തനിക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്, താൻ വളരെ ബയോ കെമിസ്ട്രി പഠിക്കുവാൻ മാത്രമുള്ള ഒരു വളരെ ഇൻ്റലിജൻ്റ് ആണെന്നുള്ള ഒരു കോൺഫിഡൻസും ബുദ്ധിയും ഒക്കെ ഉണ്ടെന്ന് സ്വയം അറിവുള്ളതുകൊണ്ട് അതിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്തെങ്കിലും വിസ പ്രോസസ്സ് വളരെ ലാഗ് ചെയ്യുകയായിരുന്നു. അവരുടെ ഓരോ പരീക്ഷാഘട്ടങ്ങളിലും വളരെ പരീക്ഷണമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഓരോ സമയത്തും നീ എനിക്കൊരു ഗിഫ്റ്റ് തരണം, നീ എന്നെ സമീപത്തുണ്ടായിരിക്കണമെന്നെല്ലാം പറയുമെങ്കിലും അത് ലാഗ് ചെയ്തതിൻ്റെ ഒരു കാരണം ക്രിസ്തു ആശയിൽ രൂപപ്പെടണം എന്നായിരുന്നു പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു നമ്മിൽ രൂപപ്പെടാതെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഈശോയിൽ നമുക്ക് അനുഗ്രഹം പ്രാപിച്ചു തരാനോ അമ്മ വളരെ സമയമെടുക്കുന്നതായി ചില സാക്ഷ്യങ്ങളിൽ നമുക്ക് കാണാനായി സാധിക്കും. പരിശുദ്ധ അമ്മയ്ക്കറിയാം ഈ വ്യക്തി ഈശോയിൽ അടിയുറച്ച വിശ്വാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ വ്യക്തി ഈശോയെ വിട്ടുപോവുകയില്ല എന്നുള്ള വളരെ ഉറപ്പ് നൽകുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ജോസഫ് അച്ഛൻ്റെ ഭാഷയിൽ പെട്രോൾ കത്തുന്നത് പോലെ നമ്മുടെ ഉടമ്പടി കത്തിപ്പിടിക്കുന്നത് നമുക്കറിയാം. നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ മകളുടെ സാക്ഷ്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. എല്ലാ അറിവും കാര്യങ്ങളുമെല്ലാം അറിഞ്ഞിട്ടും താൻ പരാജയപ്പെട്ടു പോകുന്ന, അതുപോലെ തന്നെ അവസാന നിമിഷത്തിൽ ഈശോ മാത്രം അഭയമായി പരിശുദ്ധ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന വലിയൊരു വിജയത്തിൻ്റെ കാര്യമാണ് ആശ ഇവിടെ ഏറ്റുപറയുന്നത്. വിസ പ്രോസസ്സിങ്ങിനുള്ള പ്രോമെട്രിക്കിൻ്റെ ടെസ്റ്റ് വളരെ പ്രയാസകരമായിരുന്നെങ്കിലും ഈ മകൾക്ക് അവസാന നിമിഷത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വളരെ കൃത്യമായി അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് ഏറ്റുപറയുന്നുണ്ട്.
നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗത്താലും ഓരോ തവണയും ഈശോയുടെ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിശുദ്ധ തൈലം പൂശിക്കൊണ്ട്, അഭിഷേക തൈലം പൂശിക്കൊണ്ടാണ് ഈ മകൾ ധൈര്യം അവലംബിച്ചിരുന്നത്. പരിശുദ്ധാമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോഴെല്ലാം നാം എത്ര തന്നെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയാലും പരിശുദ്ധാമ്മ നമ്മെ കൈവിടുകയില്ല, നമ്മെ വിജയത്തിലെത്തിക്കും എന്നുള്ള പൗലോസിയോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യത്തെ ഏറ്റെടുക്കാനായി സാധിക്കും. ക്രിസ്തു നമ്മിൽ രൂപപ്പെടാൻ വേണ്ടി ഈ പരിശുദ്ധാമ്മ നമ്മൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട്. ആശ പറയുകയുണ്ടായി, എനിക്ക് ഈ ഗിഫ്റ്റ് തരണം, എൻ്റെ ബർത്ത്ഡേക്ക്, എൻ്റെ ആനിവേഴ്സറിക്ക് എല്ലാം ഗിഫ്റ്റ് തരണം. ഈശോ നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ വിശേഷവിധിയായി എന്തു ചെയ്തു എന്ന്. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഈശോയ്ക്ക് നാം എന്ത് ഗിഫ്റ്റ് കൊടുത്തു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നമ്മുടെ വിശേഷവിധിയായി ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും. ഈശോ നമ്മോട് ചോദിക്കും, എനിക്ക് വിശന്നപ്പോൾ, എനിക്ക് ദാഹിച്ചപ്പോൾ, ഞാൻ പരദേശിവാസിയായിരുന്നപ്പോൾ, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നീ എനിക്ക് തന്ന ഗിഫ്റ്റ് എന്താണെന്ന് ഈശോ നമ്മോട് ചോദിക്കുമ്പോൾ നമുക്ക് വലിയ ഉത്തരങ്ങൾ അതിനുണ്ടായിരിക്കണമെന്ന് ഉടമ്പടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആശയ്ക്ക് ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും അഭിഷേകങ്ങളും എല്ലാം ലഭിച്ചിട്ടുണ്ട്. ഏത് നാട്ടിൽ പോയാലും എവിടെ ചെന്നാലും ഇനി ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഒരിക്കലും ആശ മറച്ചു വയ്ക്കുകയില്ല എന്ന വലിയ ധൈര്യത്തോടെ ആശ ഇവിടെ നിറങ്ങുമ്പോൾ അവരുടെ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈ. മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. അച്ഛനിവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ദേ മാതാവ് നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുകളിലോട്ടാണ് നോക്കിയത്. അച്ഛൻ വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ച് മാതാവിന് അച്ഛൻ ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് തന്നേക്കുന്നു. പക്ഷെ ആൾക്കാർക്ക് അതിന്, ഈ നാട്ടുകാർക്കൊന്നും അതിനുള്ള ഒരു വിലയില്ല. പക്ഷേ മാതാവ് ശരിക്കും അച്ഛൻ്റെ കൂടെ അമ്മ വന്ന് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. ഭയങ്കര കുളിര് പോരുന്നേ. ഞാൻ പൊന്നാമളിയിൽ നിന്ന് വരുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. അച്ഛനിവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ദേ മാതാവ് നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുകളിലോട്ടാണ് നോക്കിയത്. പിന്നെ 2 സൈഡിലോട്ട് നോക്കി. അപ്പം ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ സ്തുതിപ്പും ഒക്കെ കഴിഞ്ഞിരുന്നു. അതിന് ഞാനിവിടെ അച്ഛനെന്നെ വിളിപ്പിച്ചപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. പിന്നെ 96 ഓഗസ്റ്റ് മാസം തൊട്ട് ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതാണ്. എൻ്റെ പ്രശ്നങ്ങളുമായിട്ട് വന്ന് ഞാൻ അന്ന് തൊട്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട എളിയ മകളാണ്. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് മാറി. എത്ര വർഷമൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 46 വർഷമായി. അപ്പം ഞാൻ കല്യാണം കഴിയുമ്പോഴേ മദ്യപാനിയായിരുന്നു. അച്ഛനോട് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പം മദ്യപിക്കുന്നവരെ പുള്ളി ഉപദേശിക്കും. അതുപോലെ പുകവലി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കത്തിച്ച് അത് തീരുമ്പോൾ അടുത്തത് എടുക്കും. അങ്ങനെ ഭയങ്കര പുകവലിയായിരുന്നു. അതും പൂർണ്ണമായിട്ട് മാറിയപ്പം തൊടത്തില്ല. പിന്നെ എൻ്റെ മകൾക്ക് 34 വയസ്സായിട്ടും കല്യാണം നടക്കുന്നില്ലായിരുന്നു. അവളും ഇവിടുത്തെ ഒരു പ്രാർത്ഥന കൃപാസനത്തിൻ്റെ ഒരു പ്രേക്ഷിതയായിട്ടാണ് ഇവിടെ വന്ന് അവൾ മരിയൻ തപസ്സിൽ കൂടിയിട്ടുണ്ട്. അച്ഛൻ അവൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ 34 വയസ്സ് കഴിഞ്ഞപ്പം കല്യാണം നടന്ന്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് കോവിഡ് വന്ന്, എല്ലാവർക്കും വന്ന്. അപ്പം ഭർത്താവിനങ്ങ് കൂടി 50% താഴെയായി ഓക്സിജൻ ലെവൽ. പക്ഷേ ഡോക്ടറിന് ഭയങ്കര അത്ഭുതം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്വാസം മുട്ടലും ഒന്നുമില്ല. അപ്പം ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് അങ്ങേർക്ക് ഉപ്പ് കൊടുത്തോണ്ടേ ഇരിക്കുന്നതാണ്. ഉപ്പ് കൊടുത്തത് വേറെ ഒന്നിനുമല്ല, മാനസാന്തരപ്പെട്ടിട്ട് എൻ്റെ ഭർത്താവ് ഒരു അക്രൈസ്തവനാണ്. അപ്പം മാനസാന്തരപ്പെട്ട് പക്ഷേ നല്ല വിശ്വാസിയാണ്. മാതാവിനോടും ഈശോയോടും ഒക്കെ നല്ല എന്നെ പറഞ്ഞൊക്കെ വീടും പോണില്ല എന്നൊക്കെ ചോദിച്ച് പറയുകയും പിന്നെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ നിൽക്കുന്ന ആളാണ്. പക്ഷേ പിന്നെ ഒന്ന് മാനസാന്തരപ്പെടുത്തി യേശുവിൻ്റെ കൂദാശകൾ സ്വീകരിക്കാനായിട്ട് വരണേ എന്ന് അതിനുവേണ്ടിയാണ് ഞാൻ ഉപ്പ് കൊടുത്തത്. പക്ഷേ ഇപ്പോൾ കോവിഡ് വന്നപ്പം മാതാവ് അങ്ങേരെ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഡോക്ടറിന് അത്ഭുതം. ഡോക്ടർ ചോദിക്കുന്നു, ഈ ചേട്ടന് ശ്വാസം മുട്ടലൊന്നും ഇല്ലെന്ന് എപ്പോഴും ചോദിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലിരുന്നുകൊണ്ട് മാതാവ് പറയും, നീ എന്നും ഉപ്പ് കൊടുക്കലായിരുന്നാ, അതാണ് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. 11 ദിവസം ഞങ്ങളെല്ലാവരും 3 പേരും കടന്ന് വീട്ടിൽ പോയി. ഇപ്പോൾ ഒരു കുഴപ്പമില്ലെങ്കിൽ ഇപ്പം ഇരിപ്പുകാരനായി പോയി. അത് പുള്ളി സ്വയം ഒരു ശ്രമം നടത്തുകയില്ല, അതുകൊണ്ട് ഭയങ്കര വെയിറ്റാണ്. അതൊക്കെ കണ്ടാണ് ഇരിപ്പായിപ്പോയത്. പിന്നെ ഇവിടെ പണ്ട് അച്ഛൻ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ പൊന്നാമളിയിൽ നിന്ന് 11 പേര് വന്ന്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇന്നുമൊക്കെ നിങ്ങൾ ഓർക്കണം,
ഇന്നിവിടെ കയറുമ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി പറയും, എന്താണ് ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട് ശരിയാണ്, പക്ഷെ അച്ഛൻ വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ച് മാതാവിന് അച്ഛൻ ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് തന്നേക്കുന്നു. പക്ഷെ ആൾക്കാർക്ക് അതിന്, ഈ നാട്ടുകാർക്കൊന്നും അതിനുള്ള ഒരു വിലയില്ല. പക്ഷേ മാതാവ് ശരിക്കും അച്ഛൻ അവിടെ പോയി 75 ജപമാലയും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊല്ലി പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കൂടെ അമ്മ വന്ന് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര കുളിര് കോരും. ദൈവമേ, ആദ്യത്തെ പ്രാർത്ഥനയിൽ ഇവിടെ വന്നപ്പോൾ ഒരു ഷെഡ് ആണ് ഇങ്ങനെ ഷീറ്റ് വലിച്ച് കെട്ടി ആണ് ഞങ്ങൾ 11 പേര് വന്ന്. അച്ഛൻ അന്ന് 96 തൈക്കൽ പറഞ്ഞ അടുത്ത പ്രാർത്ഥന ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളെ ഇവിടെ ഇതിൻ്റെ ഈ കയറിൻ്റെ ഇത് നടത്തുന്ന പെണ്ണുങ്ങളൊക്കെ ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് പോകുമായിരുന്നു. അവിടെ ഇതുങ്ങൾക്കൊന്നും വേറെ ഒരു പണിയും ഇല്ലേ. അപ്പോൾ ഇന്ന് വെയിൽ വരുമ്പോൾ ഞങ്ങൾ മാറി നിന്ന് ആ ഷെഡിൽ നിന്ന് മാതാവ് തുടങ്ങിയ ആലയമാണിത്. ഇതുവരെ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. ഇപ്പോൾ എനിക്കൊരവസരം കിട്ടി. ഞാനിപ്പോൾ ഓടി വന്നത് അച്ഛനൊന്ന് കണ്ട് പ്രാർത്ഥിക്കാനാണ്. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാക്ഷ്യം, അപ്പം ഞാൻ ഓർത്തി അമ്മയുടെ മുമ്പിൽ ഞാൻ ഇതുവരെ സാക്ഷ്യം പറഞ്ഞില്ലല്ലോ, അപ്പം സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഓർത്ത് ഞാൻ. അപ്പം അമ്മയ്ക്കും ഈശോയ്ക്കും എന്നെ അത് തന്നെയല്ല, എനിക്ക് വേറൊരു ഇതുണ്ട്. ഞാൻ നിയോഗം വെച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കാര്യം മാതാവെ നീ ഏറ്റെടുത്ത് സാധിച്ചു കൊടുക്കണമെന്ന്. അത് ഒരുപാട് കാര്യങ്ങൾ, അത് പലരും എന്നെ വിളിച്ച് പറയും, ചേച്ചി കാര്യം സാധിച്ചു കേട്ടാ, ഒന്നെങ്കിൽ അസുഖമായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും മറ്റുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അല്ല പഠനത്തിൻ്റെ കാര്യങ്ങൾ. അത് കേൾക്കുമ്പോൾ നമുക്ക് ദൈവമേ, നമ്മൾ പാപിയാണെങ്കിലും എൻ്റെ ഈശോയെ അമ്മ ആ പ്രാർത്ഥന കേട്ട് ഈശോയൊക്കെ കൊടുത്തല്ല എന്ന് ഓർക്കുമ്പോൾ നമുക്കൊന്നും വേണ്ട, വേറെ ഒന്നും ജീവിതത്തിൽ വേണ്ട, ഇത് മാത്രം മതി. എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇപ്പോഴും എന്നെ ഈ പ്രാർത്ഥനയിൽ നിലനിർത്തതിന് 1000 നന്ദി. അച്ഛൻ ആയുസ്സും ആരോഗ്യവും ഇനിയും സമർത്ഥമായി നൽകട്ടെ എന്ന് അമ്മയോട് യാചിക്കുന്നു. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുകയാണ്. ബേബിയമ്മ പുന്നാമ്പള്ളിയിൽ നിന്നാണ് ഈ സഹോദരി വരണത്. നമുക്കറിയാം 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചയ്ക്ക് 2:30 പരിശുദ്ധ അമ്മ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ ഇവിടെ ഇതേ സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ അമ്മ പറഞ്ഞു കേട്ടോ സാക്ഷി, അതായത് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരിയാണ്. എന്നിട്ട് അമ്മ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചു. അച്ഛനെല്ലായ്പ്പോഴും വേളാങ്കണ്ണിയിൽ പോയി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സന്നിധാനത്തിൽ 75-80 ജപമാലകളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മ മാതാവിനെ ഇവിടെ കൊണ്ടുവന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവർക്ക് പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തുവാനുള്ള വലിയൊരു സാക്ഷ്യമാണിത്. അവിശ്വസിക്കുന്നവർക്കുള്ള വലിയൊരു സാക്ഷ്യമാണിത്. നമ്മളുടെ ഹൃദയത്തിൻ്റെ വിശ്വാസം കെട്ടുറപ്പിക്കുന്ന അമ്മ മാതാവിൻ്റെ ചൈതന്യം നിറഞ്ഞ ഒരു സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, എനിക്കിവിടെ വന്നു, ഇതെല്ലാം സംഭവിച്ചു, പക്ഷേ സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇന്ന് ദൈവമാതാവ് അനുഗ്രഹിച്ച് എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാനൊരു അനുഗ്രഹം കിട്ടി. അതായത് 46 വർഷമായിട്ട് വിവാഹം കഴിക്കുമ്പോഴേ ജീവിത പങ്കാളി മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യും. പക്ഷേ ആ നിമിഷം മുതലുള്ള മദ്യപാനം 46 വർഷമായിട്ടുള്ള മദ്യപാനം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ സഹോദരി ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ, അവർക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, അമ്മയ്ക്ക് അനുഗ്രഹം കിട്ടേണ്ടതാണ്, പക്ഷേ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചപ്പോഴാണത്. അതായത് ആ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധ അമ്മ അനുഗ്രഹം കൊടുക്കുന്നത്. 46 വർഷമായിട്ടുള്ള മദ്യപാനത്തെയും പുകവലി എടുത്ത് മാറ്റുന്നു. 34 വയസ്സ് വരെ മകൾക്ക് വിവാഹം നടന്നിട്ടുണ്ടായിരുന്നില്ല. തടസ്സപ്പെട്ടിരുന്ന വിവാഹത്തെ പരിശുദ്ധ അമ്മ ക്രമീകരിച്ച് നൽകി. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിക്ക് മദ്യപാനം മാറുന്നതിന് വേണ്ടി പലപ്പോഴും ഇങ്ങനെ ഈ ഉപ്പൊക്കെ കൊടുക്കുമായിരുന്നു, മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി. അപ്പോഴും പക്ഷേ ഈ കോവിഡ് വന്ന സമയത്ത് ഓക്സിജൻ ലെവൽ വളരെ താഴ്ന്നു പോയിട്ട് പോലും ഒരു ചുമയോ ശ്വാസം തടസ്സമോ ഒന്നുമില്ലാതെ ഡോക്ടർ അതിനെ അതിശയിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അമ്മ പറയുകയാണ്, വെഞ്ചരിച്ച ഉപ്പ് ഞാൻ എപ്പോഴും കൊടുക്കുന്നതിൻ്റെ കൃപ അമ്മ മാതാവ് കൊടുത്തതാണ്. വലിയൊരു സാക്ഷ്യമാണ്. നിങ്ങൾ വിശ്വസിക്കണം. ഇവിടെ വന്നിരിക്കുന്നവർക്ക് വിശ്വാസത്തിൽ അടിയുറക്കുവാൻ ഇപ്പോൾ നിങ്ങൾ അമ്മ മാതാവിനെ നോക്കണം. അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയണം. അമ്മ മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്ന ആ നിമിഷത്തെ തിരിച്ചറിയണം. എന്നിട്ട് ത്രിയേക ദൈവത്തിന് നിങ്ങളെ സമർപ്പിച്ച് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധമ്മയുടെ വലിയ കൃപയും കാരുണ്യവും ഒന്നും ഉണ്ടാകട്ടെ ഈ അമ്മയ്ക്കും കുടുംബത്തിനും എല്ലാ